ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഏതെങ്കിലും വിധത്തിൽ അച്ഛൻ അറിഞ്ഞ പ്രശ്നമായിരിക്കും കേട്ടോ. അറിയാതിരിക്കാൻ പ്രാർത്ഥിക്കേണ്ടത് ചേച്ചിയാ. അറിഞ്ഞാ എനിക്കൊന്നുമില്ല. തൽക്കാലം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ആ പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്ക്. ഹലോ പ്രിയങ്ക, കൃത്യസമയത്താണല്ലോ. ഞാൻ എല്ലായ്പ്പോഴും കൃത്യസമയം പാലിക്കാറുണ്ട് സർ. തുടക്കകാലത്ത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ പറയാറ്. കുറച്ച് കഴിയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക. ഞാൻ മുൻകൂട്ടി വാക്കൊന്നും പറയുന്നില്ല. കുറച്ചു കാലം കഴിയുമ്പോ ഞാൻ എങ്ങനെയാ പെരുമാറുന്നതെന്ന് സാറിന് മനസ്സിലാവുമല്ലോ. ആ ജിതിനെ, അതൊന്ന് ഹെൽപ്പ് ചെയ്തേ. ഏയ് വേണ്ട വേണ്ട, അതിലൊക്കെ ഒരുപാട് പൊട്ടുന്ന സാധനങ്ങളൊക്കെ ഉള്ളതാ. അതൊക്കെ അവര് തന്നെ കൈകാര്യം ചെയ്തോളും. അവരെ കൊണ്ടത് പറ്റുന്നില്ലല്ലോ. അതൊക്കെ പറ്റും. ഞങ്ങള് സ്ഥിരമായിട്ട് പോകുന്നതല്ലേ. എന്റെ ആയ കൊറേ കാലമായിട്ട് എന്റെ കൂടെ തന്നെയാ. ആ കോസ്റ്റ്യൂംസ് ഒക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചേക്കെ. ചെല്ല. ഇവറ്റുകളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല സർ. ഞാൻ പിന്നെ അല്പം സ്ട്രിക്റ്റ് ആയിട്ട് കൂടെ കൊണ്ട് നടക്കുന്നേ ഉള്ളൂ. പ്രിയങ്ക, താൻ പോയി മേക്കപ്പ് ചെയ്തോളൂ. ഓക്കെ സർ. ശരി. ജഡ്ജ് ചെയ്യാനൊന്നും ആയിട്ടില്ല, പക്ഷെ അത്ര നല്ലതല്ല അല്ല ജഗദീഷേ? ഒരു സിനിമയിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും ഒരുമിച്ച് നന്നാക്കാനുള്ള ഉത്തരവാദിത്വം ഒന്നും നമുക്കില്ലല്ലോ സാർ. നമുക്ക് നമ്മുടെ ജോലി ചെയ്യിപ്പിക്കുക, അവരെ പറഞ്ഞുവിടുക, അത്രേ ഉള്ളൂ. ചേച്ചി, ഇതൊക്കെ എവിടെ വെക്കണ്ടേ? അങ്ങോട്ട് വെച്ചാ മതി. എന്നോട് നീ ചെയ്തതിനെല്ലാം ഈ ലൊക്കേഷനിലിട്ടാ ഞാൻ പകരം വീട്ടാൻ പോകുന്നത്. നിന്നെ ഞാൻ അനുഭവിപ്പിക്കും. ഇതൊരു ലൈറ്റ് മുഖത്തേക്ക് വീഴുന്നല്ലോ, ഒന്ന് മാറ്റാൻ പറ. അത് മാറ്റാനൊന്നും പറ്റില്ല മോളെ, അത് സൂര്യനാ. ഈ ചേർന്ന് ഇവിടുന്ന് മാറ്റിയിട്.